Casemiro kept on going, fed it for Ronaldo! Of course! സ്പോർട്ടിംഗ് ലിസ്ബൺ, ആ ക്ലബിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന 1000 ഓർമ്മകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണെന്നറിയില്ല, അധികമാരും പരാമർശിക്കപ്പെടാതെ പോയ ഒരു കാലഘട്ടം ആ ക്ലബിൻ്റെ ചരിത്രത്തിലുണ്ട്. അതെ, ഒരു മിത്ത് പോലെയുള്ള കാലഘട്ടം. പോർച്ചുഗലിൽ ഫുട്ബോളിൻ്റെ തലവര തന്നെ മാറ്റിയ ഒരു കൂട്ടം കളിക്കാരെ കാൽപന്ത് ലോകത്തിന് സമ്മാനിച്ച സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ ആ കാലഘട്ടത്തിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ആ ക്ലബിനെയും ആരാധകരെയും കാൽപന്ത് ലോകത്തിൻ്റെ മായാലോകത്ത് ഭ്രമിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ആ ഭ്രമയുഗത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഫുട്ബോൾ സുൽത്താൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക്, ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. വർഷം 1997. ഒരു 12 വയസ്സുള്ള മദീരയിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ പയ്യൻ ഏകദേശം 500 മൈലുകൾ താണ്ടി സ്പോർട്ടിംഗ് ലിസ്ബണിലെ 3 ദിവസത്തെ ട്രയൽസിനായി എത്തുകയായിരുന്നു. അന്നത്തെ ട്രെയിനിങ്ങിൽ ആ ട്രെയിനിങ് സ്റ്റാഫിനും കോച്ചിനും മുന്നിൽ തകർത്താടിയ ആ ചെറുപ്പക്കാരൻ്റെ മാർക്ക് ബുക്കിൽ അന്നത്തെ കോച്ച് എഴുതിയ വാചകങ്ങൾ ഇതായിരുന്നു: ഹീ ഈസ് എ ബ്രില്യൻറ്റ് പ്ലെയർ, ലൈറ്റ്നിങ് സ്പീഡ്, ഓ മൈ ഗോഡ്, അവൻ എങ്ങനെയാണ് ഇത്രയും എഫക്റ്റീവായി ഡ്രിബിൾ ചെയ്യുന്നത്, ഹി വിൽ ഗോയിങ് ടു ഡു സംതിങ് സ്പെഷ്യൽ ടു ഫുട്ബോൾ. അതെ, അന്ന് അവൻ്റെ ഡ്രിബിളിങ്ങും സ്കിൽസും കണ്ട് വാ തുറന്നു പോയ സ്പോർട്ടിംഗ് ലിസ്ബൺ റിക്രൂട്ട്മെൻറ്റ് ടീം അവനെ ക്ലബിൻ്റെ യൂത്ത് ടീമിലേക്ക് സൈൻ ചെയ്യുകയായിരുന്നു. സ്പോർട്ടിംഗ് ലിസ്ബണിലെ ആദ്യ നാളുകൾ റൊണാൾഡോയ്ക്ക് അത്ര സുഖകരമായിരുന്നില്ല. അതിൽ ചില കാരണങ്ങൾ അവനെ ഫുട്ബോൾ നിർത്തുന്നതിലേക്ക് വരെ എത്തിച്ചിരുന്നു. അതിൽ ഒരു കാരണം അവൻ്റെ മദീര ആക്സെൻറ്റും, രണ്ടാമത്തേത് കുട്ടികൾക്ക് ക്ലബിൻ്റെ ജിം യൂസ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന ക്ലബിൻ്റെ നിയമവും. റൊണാൾഡോയുടെ കളിമികവ് കാരണം അവനെ തിരഞ്ഞുപിടിച്ച് ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയ സഹകളിക്കാർക്ക് മെലിഞ്ഞുണങ്ങിയ റൊണാൾഡോയെ വീഴ്ത്തുക എന്നത് ഒരു ഹോബിയായി മാറുകയായിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് തീരുമാനിച്ച റൊണാൾഡോ രാത്രികാലങ്ങളിൽ സീനിയർ പ്ലെയേഴ്സിൻ്റെ കണ്ണുവെട്ടിച്ച് ക്ലബിൻ്റെ ജിം യൂസ് ചെയ്തിരുന്നുവെന്ന് സ്പോർട്ടിങ്ങിലെ റൊണാൾഡോയുടെ സഹകളിക്കാരനായിരുന്ന ടോണിറ്റോ ഈ അടുത്ത കാലത്ത് വെളിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ CR7 കോച്ച് ഇത് കണ്ടുപിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും രാത്രികാലങ്ങളിൽ ജിം ലോക്ക് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതൊന്നും റൊണാൾഡോ എന്ന ആ റോ ടാലന്റിനെ തളർത്താൻ പര്യാപ്തമായിരുന്നില്ല. അവൻ ടോയ്ലറ്റിലെ ബക്കറ്റിൽ വെള്ളം നിറച്ച് സ്ക്വാട്ട് ചെയ്യുകയും കാലുകളിൽ വെയിറ്റ് കെട്ടി നടക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ഇന്ന് കാണുന്ന ആ എക്സ്പ്ലോസീവ് പവറിലേക്കുള്ള ആദ്യ പടികൾ ചവിട്ടുകയായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയധികം ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റിയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പിറകെ കോടിക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും പായുന്നതിൽ ഒരു അത്ഭുതവുമില്ല. The fans are mad about this man. പതിനാറാം വയസ്സിലെത്തിയ റൊണാൾഡോ പിന്നീട് സ്പോർട്ടിംഗ് ലിസ്ബണിൽ കത്തിക്കയറുന്നതിനായിരുന്നു ആ സഹകളിക്കാരും ഫാൻസും സാക്ഷിയായത്. ആ ഒരു ഒറ്റ സീസണിൽ തന്നെ റൊണാൾഡോ സ്പോർട്ടിങ്ങിൻ്റെ അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-18 ടീമിലും ബി ടീമിലും കളിക്കുന്നതിന് വഴിയൊരുക്കുകയായിരുന്നു. വിങ്ങുകളിലൂടെ മാരക പ്രകടനശേഷിയുള്ള കളിക്കാരനായി റൊണാൾഡോ രൂപാന്തരപ്പെടുകയും അവൻ്റെ ഡ്രിബിളിങ്ങിലെ മാരക കഴിവ് കണ്ട് അന്നത്തെ സീനിയർ ടീം കോച്ചായിരുന്ന ലാസ്ലോ ബൊലോണി അവനെ സീനിയർ ടീമിലേക്ക് ആ വർഷം തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒറ്റ ഒരു വർഷത്തിൽ തന്നെ അണ്ടർ-16ലും അണ്ടർ-17ലും അണ്ടർ-18ലും ബി ടീമിലും അവരുടെ സീനിയർ ടീമിലും കളിക്കുക എന്നത് ഒരു റെക്കോർഡ് തന്നെയാണ്.
അതും 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. രണ്ടായിരത്തി 2003 സീസൺ ആയപ്പോഴേക്കും റൊണാൾഡോ എന്ന പേര് യൂറോപ്യൻ ഫുട്ബോൾ ഏജൻസിന്റെ ഡയറിയിൽ എത്തിപ്പെടുകയായിരുന്നു. ആ വർഷം തന്നെ ലിവർപൂളും ബാഴ്സലോണയും ആഴ്സണലിന്റെ ആഴ്സൺ വെങ്ങറും വരെ ഇവനെ ടീമിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ വർഷം നടന്ന ഒരു ഫ്രണ്ട്ലി മാച്ചിൽ റൊണാൾഡോ എന്ന കളിക്കാരൻ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്നതിനായിരുന്നു ലോകം സാക്ഷിയായത്. റൊണാൾഡോ മീറ്റ് ഹിസ് ഡെസ്റ്റിനി. അതെ, സാക്ഷാൽ അലക്സ് ഫെർഗൂസന്റെ ടീമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്പോർട്ടിംഗ് ലിസ്ബണും തമ്മിലുള്ള ആ മത്സരം. ആ മത്സരത്തിന് മുന്നേ സർ അലക്സ് ഫെർഗൂസൻ തന്റെ കളിക്കാർക്ക് എതിർ ടീമിലുള്ള ഒരു കളിക്കാരനെ കുറിച്ചുള്ള വാർണിംഗ് കൊടുക്കുകയായിരുന്നു. അവരുടെ പക്കൽ ഒരു വിങ്ങർ ഉണ്ട്, അവന്റെ മേൽ ഒരു കണ്ണു വെക്കുന്നത് നല്ലതാണ്. ഹി ഈസ് സ്ട്രോങ് ആൻഡ് ഫാസ്റ്റ്. 28 നമ്പർ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ റൊണാൾഡോ യുണൈറ്റഡിന്റെ പേരുകേട്ട ഡിഫൻസിനെ കീറിമുറുക്കുകയായിരുന്നു. ആ അടുത്തൊന്നും യുണൈറ്റഡ് ഡിഫൻസ് ഇങ്ങനെ പ്രതിരോധത്തിലായി ആരും കണ്ടിട്ടില്ല. റൊണാൾഡോയുടെ ചടുലമായ നീക്കങ്ങളും സ്പീഡും ഡ്രിബ്ലിങ്ങും യുണൈറ്റഡിനെ യഥാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുകയും ആ മത്സരം 3-1 സ്പോർട്ടിംഗ് ലിസ്ബണോട് യുണൈറ്റഡ് തോൽക്കുകയുമായിരുന്നു. ആ നൈറ്റിൽ റൊണാൾഡോ ശരിക്കും മിത്തുകളിലെ പടനായകന്റെ പ്രതിരൂപത്തിലേക്ക് മാറുകയായിരുന്നു. സ്പോർട്ടിംഗ് ലിസ്ബണിലെ ആരാധകരെ വശ്യമായ തൻ്റെ കളിമികവിലൂടെ അന്ന് ഭ്രമിപ്പിച്ച അവൻ ഇന്നും കാൽപന്ത് ലോകത്തിൽ അവൻ തീർത്ത ആ യുഗത്തിലേക്ക്, അവൻ തീർത്ത ആ മായിക ലോകത്തിലേക്ക് പ്രായഭേദമന്യേ ആരാധകരെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ യുഗം നെവർ എൻഡ്സ്. Casemiro kept on going, fed it for Ronaldo!